നമ്മളെല്ലാം സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയയാൾ, അങ്ങനെ എല്ലാത്തിന്റെയും ആദ്യം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. എന്നാൽ ആദ്യത്തെ സീരിയൽ കില്ലർ ആരാണെന്ന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ജിൽ ഡിറൈസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ലോകത്തിലെ ഡോക്യുമെന്റിൽ ആദ്യമായിട്ട് സീരിയൽ കില്ലിംഗ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1404 ഫ്രഞ്ചിലെ ബ്രിട്ടനി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഒരു മിലിറ്ററി ലീഡറായിട്ടാണ് പിന്നീട് മാറിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് ഉള്ള കാഴ്ചപ്പാടുകളായാലും അംഗീകാരങ്ങളായാലും വളരെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. മിലിറ്ററി ഒരു കമാൻഡിംഗ് ഓഫീസർ ആയിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു? എന്തുകൊണ്ട് ഒരു സീരിയൽ കില്ലറായി? എല്ലാ സീരിയൽ കില്ലേഴ്സിനും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അവർ ഈ ഒരു ക്രൈമിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹത്തിന്റെ മിലിറ്ററി ജീവിതത്തിന് ശേഷമുള്ള ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരിതം നിറഞ്ഞതായിരുന്നു. ആ ഒരു ജീവിതത്തിൽ തന്റെ കിട്ടിയ സമ്പാദ്യങ്ങളെല്ലാം വിറ്റുതുലച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സിനിമ, തിയേറ്റർ, നാടകം ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പണം മൊത്തം കളഞ്ഞു കുടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയാണ് ഒരു വല്ലാത്തൊരു സൈക്കോപാത്തായി ഇദ്ദേഹം മാറുന്നത്. എന്നാൽ എന്തായിരിക്കും ഈ ഒരു മോട്ടീവ്? എങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഈ ഒരു കൊലപാതകങ്ങൾ എത്തിച്ചു ചേർന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൻലി ഇദ്ദേഹം ടാർഗറ്റ് ചെയ്തിരുന്നത് കുട്ടികളായിരുന്നു. കുട്ടികളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠനത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ വർക്കിന്റെ കാര്യമോ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു കാശിലുണ്ടായിരുന്നു. ഒരുപാട് കോട്ടകളും അങ്ങനെ ഒരുപാട് സമ്പത്തുകളും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അവിടേക്ക് ഈ കുട്ടികളെ എത്തിച്ചേർന്നു. അതിനുശേഷം അവിടെ വെച്ച് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും തുടർന്ന് കൊന്നുകളയുകയുമാണ് ചെയ്യുന്നത്. ചിന്ന ഭിന്നമായ രീതിയിലാണ് ആ ഒരു ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ക്രൂരനായ വ്യക്തി ഇദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ സാമ്രാജ്യത്തിന് വളരെയധികം കാലമൊന്നും ആയുസില്ലായിരുന്നു. 1440 ഇദ്ദേഹം ഈ ചെയ്തു കൂട്ടിയ അട്രോസിറ്റീസിന്റെ പേരിൽ അവിടുത്തെ പള്ളിയും സെക്യുലർ ആയിട്ടുള്ള ഓഫീസേഴ്സും ഇതിനെതിരെ തിരിയുകയാണ്. അവർക്ക് ഐ വിറ്റ്നസ്സുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയം നടക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടെ ഐ വിറ്റ്നസ്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിൽ നിന്ന് തെളിവുകൾ ലഭിക്കുകയും തുടർന്ന് ഇത് അവസാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഒക്ടോബർ 26, 1440 തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. തൂക്കിക്കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം കത്തിച്ചതായിട്ടും പറയുന്നു. എന്തായാലും ആദ്യത്തെ സീരിയൽ കില്ലറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഇദ്ദേഹമാണ് ആദ്യത്തെ സീരിയൽ കില്ലർ. അപ്പോൾ ജിൽ ഡിറൈസ്, അതായത് ആദ്യത്തെ സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.